ISL ആരംഭിച്ചിട്ട് ഇതുവരെയായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കലൂർ സ്റ്റേഡിയം ആയിരുന്നു. എന്നാൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ISL കളിക്കുന്നത് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലായിരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. പയ്യനാട് സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവസാനം നറുക്ക് വീണത് കോഴിക്കോടിനാണ്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഉടമയായ നിഖിൽ ഭരദ്വാജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സ്റ്റോറി ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് ആരംഭിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാണുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ഫെസിലിറ്റി ആയത് സാങ്ച്വറിയുടെ ചിത്രമാണ് നിഖിൽ സ്റ്റോറിയായിട്ട് പങ്കുവച്ചത്. പ്രതിസന്ധി മൂലം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്ന ഫസ്റ്റ് ടീമിന്റെ ഓപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതിന്റെ സൂചനയായിട്ടായിരിക്കാം പുള്ളി സ്റ്റോറി പങ്കുവച്ചതെന്നാണ് ആരാധകർ കരുതുന്നത്. അതേസമയം ക്ലബ്ബ് വിട്ടുപോയ വിദേശ താരങ്ങൾക്ക് പകരം താരങ്ങളെ കൊണ്ടുവരുമോ എന്നുള്ള ആശങ്കയും ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. ISL 6 വിദേശ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്താമെങ്കിലും നിലവിൽ പ്രതിസന്ധി മൂലം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അവശേഷിക്കുന്ന 2 വിദേശ താരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ അവരും ക്ലബ്ബ് വിട്ടു പോകുന്നത് കാണേണ്ടി വരുമോ എന്നും ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നുണ്ട്.